ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് മൊഡ്യൂൾ 4 ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. സോ അതിനു മുമ്പായിട്ട് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ച കുറച്ച് റിസൾട്ടുകൾ ഒന്ന് റിഫ്രഷ് ചെയ്യാം. സോ ഫസ്റ്റ് റിസൾട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫങ്ഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ്. വൈ സീക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്. സോ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വൈ തരണം എന്നില്ല, വൈ സീക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം സം എഫ് ഓഫ് ടി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്തായിരിക്കും? ഡി വൈ ബൈ ഡി ടി. സപ്പോസ് ഇറ്റ് ഈസ് എഫ് ഓഫ് ആർ ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് ഡി ആർ ബൈ വൈ സീക്വൽ ടു എഫ് ഓഫ് ആർ ആണെങ്കിൽ ഡി വൈ ബൈ ഡി ആർ. സോ ഏതൊരു ഫംഗ്ഷൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്. നെക്സ്റ്റ് റിസൾട്ട് ഈസ് മാക്സിമ ആൻഡ് മിനിമ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒരു ഫംഗ്ഷൻ മാക്സിമം ആകുന്നതും മിനിമം ആകുന്നതും ആയ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? എ ഫംഗ്ഷൻ ഈസ് മാക്സിമം അറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആൻഡ് d square y by dx square is less than 0. സോ മാക്സിമം പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? മാക്സിമം പോയിൻറ്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് 0 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കും. ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ ഈസ് ലെസ് ദാൻ 0. ഇനി മിനിമം പോയിൻ്റ് ആണെങ്കിലോ മിനിമം പോയിൻറ്റിലും ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0. പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. സോ ഇന്ന് നമ്മൾ ഈ മാക്സിമ മിനിമ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം, അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം, prove that rectangle of fixed perimeter has its maximum area when it becomes a square. So question എന്താണ്? rectangle of fixed perimeter. പെരിമീറ്റർ എന്താണ്? ചുറ്റളവ്. ഫിക്സഡ് പെരിമീറ്റർ, ഒരു ഫിക്സഡ് നമ്പർ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളൊരു റെക്റ്റാങ്കിൾ നിർമ്മിക്കണം. ആ റെക്റ്റാങ്കിളിന് മാക്സിമം ഏരിയ കിട്ടുക എപ്പോഴാണ്? അതൊരു സ്ക്വയർ ആവുമ്പോൾ. സ്ക്വയർ എന്ന് മീൻസ് എന്താണ്? 4 ഭാഗവും ഈക്വൽ ആയിരിക്കും, 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ബ്രെഡ്ത്തും ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ആൻഡ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എക്സ് ആണെന്നും ലെങ്ത് ഈസ് എക്സ് ആൻഡ് ബ്രെഡ്ത്ത് വൈ ആണെന്നും ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് പി ആണെന്നും അസ്യൂം ചെയ്യുക. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ ഓഫ് ഫിക്സഡ് പെരിമീറ്റർ പി. സോ എക്സ് ലെങ്ത് ആണ്. സോ ഇവിടെയും എക്സ് ആയിരിക്കും, ഇവിടെ വൈ ആയിരിക്കും. സോ ടോട്ടൽ പെരിമീറ്റർ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. ദാറ്റ് ഈസ് 2x പ്ലസ് 2y. 2x പ്ലസ് 2y സീക്വൽ ടു പെരിമീറ്റർ ഈസ് പി. സോ 2y എന്തായിരിക്കും? 2x ഈക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ട് RHSലോട്ട് പോകുമ്പോൾ -2x ആയിരിക്കും. സോ 2y സീക്വൽ ടു പി മൈനസ് 2x. So y is equal to
മൾട്ടിപ്ലൈഡ് ബൈ 2 ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. സോ y is equal to p minus 2x by 2. സോ നമുക്ക് ലെങ്ത് എക്സ് ആണെന്നും ബ്രെഡ്ത്ത് y എന്താണെന്ന് എടുക്കാം, p മൈനസ് 2x by 2 ആണെന്ന് എടുക്കാം. ഇനി നമുക്ക് ഏരിയ ആണ്. നമുക്ക് ഏരിയ എപ്പോഴാണ് മാക്സിമം ആവുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് കാണണം? ഏരിയ കാണണം. സോ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. സോ എക്സ് ഇൻറ്റു വൈ എന്താണ് നമുക്ക് കിട്ടിയത്? y is equal to p minus 2x by 2. സോ നമ്മൾ ആ y കിട്ടിയ ഇക്വേഷൻ ഒരു ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോഴേ ഇക്വേഷൻ നമ്പർ കൊടുത്തത്. സോ y is equal to p minus 2x by 2. സോ ഏരിയ എന്തായിട്ട് മാറി? x ഇൻറ്റു വൈ, ദാറ്റ് ഈസ് x ഇൻറ്റു p minus 2x by 2 വിച്ച് ഈസ് ഈക്വൽ ടു ആ ഒരു 2നെ ബൈ 2നെ പുറത്തോട്ടെടുത്തു 1/2. എക്സ് ഇൻറ്റു പി ഈസ് പി എക്സ് മൈനസ് എക്സ് ഇൻറ്റു 2x ഈസ് 2x സ്ക്വയർ. സോ ഏരിയ ഈസ് ഹാഫ് ഇൻറ്റു പി എക്സ് മൈനസ് 2x സ്ക്വയർ. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഈ ഏരിയ എപ്പോഴാണ് മാക്സിമം ആവുക എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ മാക്സിമം പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ ഇവിടെ ഫങ്ഷൻ ഈസ് എ ആണ്. സോ അറ്റ് മാക്സിമം പോയിൻറ്റിൽ എന്ത് സംഭവിക്കും? മാക്സിമം പോയിൻറ്റിൽ ഡി എ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. At maximum or minimum dA by dx equal to 0. So dA by dx എന്താണ്? d by dx of a എന്താണ് കിട്ടിയത്? ഹാഫ് ഇൻറ്റു പി എക്സ് മൈനസ് 2x സ്ക്വയർ. ഇവിടെ 1/2 ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് അതിന് മുമ്പായിട്ട് എന്താണ്? dA by dx ഈക്വൽ ടു 0 ആണ്. സോ d by dx ഓഫ് half into px minus 2x square is equal to 0. That is half is a constant, so half ന് പുറത്ത് എഴുതി. p into x, p is constant, so p x-ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1 മൈനസ് 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2 ഈസ് കോൺസ്റ്റൻറ്റ്. 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2x. സോ 2xൻ്റെ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 4x. സോ ഹാഫ് ഇൻറ്റു പി മൈനസ് 4x ഈക്വൽ ടു 0. ഇനി 1/2 ഒരിക്കലും 0 ആവില്ല. 1/2 മീൻസ് 0.5. അതൊരിക്കലും ഈക്വൽ ടു 0 അല്ല. സോ ഈക്വൽ ടു 0 ആവുന്നത് എന്തായിരിക്കും? p മൈനസ് 4x, which implies p minus 4x equal to 0. So p minus 4x equal to 0 ആണ്. സോ ഇനി നമുക്ക് 4xനെ ഇക്വാലിറ്റീൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. സോ p is equal to 4x. സോ x equal to മൾട്ടിപ്ലൈഡ് ബൈ 4 ഇക്വാലിറ്റിയുടെ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 4. സോ x equal to p by 4. സോ നമുക്ക് എക്സ് അഥവാ ലെങ്ത്ത് എന്ത് കിട്ടി? ലെങ്ത്ത് ഈസ് പി ബൈ 4. പി എന്തായിരുന്നു? പെരിമീറ്റർ. ഇനി നമുക്ക് എന്ത് കാണണം? വൈ അഥവാ ബ്രെഡ്ത്ത് എന്തായിരിക്കും എന്ന് കാണണം. ബ്രെഡ്ത്ത് y is equal to p മൈനസ് 2x by 2. ഇത് നേരത്തെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തിരുന്നു. y is equal to p minus 2x by 2. That is p minus 2 into x എന്താണ് കിട്ടിയത്? x equal to p by 4. So p minus 2 into p by 4 divided by 2. ഈ 2ഉം 4ഉം കട്ട് ചെയ്തു. സോ ബാക്കി ഇവിടെ 2 ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് p minus p by 2 divided by 2. p minus p by 2 എന്തായിരിക്കും?
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2p മൈനസ് പി ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 2p മൈനസ് പി എന്താണ്? p by 2 whole divided by 2 that is p by 4. So നമുക്ക് എന്താണ് കിട്ടിയത്? y is equal to p by 4. ഓൾറെഡി കിട്ടിയിട്ടുണ്ട് x equal to p by 4 ആണ് എന്നുള്ളത്. സോ നമുക്ക് x equal to y is equal to p by 4. സോ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ്? p by 4 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ സ്ക്വയർ. ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കും. സോ നമുക്ക് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അവിടെ അറിയില്ല. മാക്സിമം ഓർ മിനിമം സംഭവിക്കുന്ന പോയിൻ്റ് ആയിരിക്കും ഡി എ ബൈ ഡി എക്സ് 0 ആയ പോയിൻ്റ്. സോ ഡി എ ബൈ ഡി എക്സ് 0 ആകുമ്പോൾ എക്സും പി ബൈ 4 ആണ്, വൈയും പി ബൈ 4 ആണ്. ഇനി അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്യും? മാക്സിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കും. മിനിമം ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ എ ബൈ ഡി എച്ച് സ്ക്വയർ കാണാം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഡി എ ബൈ ഡി എക്സ്. ഡി എ ബൈ ഡി എക്സ് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് ഹാഫ് ഇൻറ്റു പി മൈനസ് 4x ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഹാഫ് ഈസ് കോൺസ്റ്റൻറ്റ്, സോ ഹാഫിനെ പുറത്തെടുത്തു. പിയുടെ ഡെറിവേറ്റീവ്, പി കോൺസ്റ്റൻ്റ് ആണ്, പിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 0 മൈനസ് 4xൻ്റെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് 4. സോ 4ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞു. സോ ആൻസർ ഈസ് മൈനസ് 2. ദാറ്റ് ഈസ് നെഗറ്റീവ്. മൈനസ് 2 ഈസ് ലെസ് ദാൻ 0. സോ എന്താണ് ഫങ്ഷൻ ഇവിടെ? മാക്സിമം ആണ്. മാക്സിമത്തിലാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താവുക? ലെസ് ദാൻ 0. സോ a is maximum at x equal to p by 4 and y is equal to p by 4. എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ റെക്റ്റാങ്കിൾ എന്തായിരിക്കും? ഇറ്റ്സ് എ സ്ക്വയർ. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഏരിയ മാക്സിമം ആകുമ്പോൾ റെക്റ്റാങ്കിൾ സ്ക്വയർ ആണ് എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഏരിയ മാക്സിമം ആകുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ദ റെക്റ്റാങ്കിൾ ഈസ് എ സ്ക്വയർ. ഹെൻസ് പ്രൂവ്ഡ്. സോ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ റേറ്റ് ഓഫ് ചേഞ്ച് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ നമുക്ക് എന്ത് കണ്ടാൽ മതിയാവും? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതിയാവും. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ സ്ഫെറിക്കൽ ബലൂൺ ഈസ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിംഗ് 25 cubic centimeter of gas per second. Find the rate at which the radius of the balloon is increasing when the radius is 15 centimeter. സോ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ കയ്യിലൊരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള, അതായത് ഗോളാകൃതിയിലുള്ളൊരു ബലൂൺ ഉണ്ട്. നമ്മൾ ആ ബലൂണിലോട്ട് ഗ്യാസ് എന്ത് ചെയ്യാണ്? ഇഞ്ചെക്റ്റ് ചെയ്യാണ്, പമ്പ് ചെയ്യാണ്. ഓരോ സെക്കൻഡിലും 25 cc മീൻസ് ക്യൂബിക് സെൻറ്റിമീറ്റർ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓരോ സെക്കൻഡിലും അതിൻ്റെ വോളിയം 25 cc കൂടിക്കൂടി വരും. ഓക്കെ, ഇനി അവരുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബലൂണിൻ്റെ റേഡിയസ്, ബലൂൺ സ്ഫെറിക്കൽ ഷേപ്പാണ്, ബലൂണിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഏത് റേറ്റിലാണ് നമ്മുടെ ബലൂണിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത്? സോ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് കാണേണ്ടത്? ഡി ആർ ബൈ ഡി ടി ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റേഡിയസിന് ആർന്ന് എടുക്കുകയാണെങ്കിൽ ആ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, അതായത് ഡി ആർ ബൈ ഡി ടി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ റേഡിയസ് ആർ ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. ആൻഡ്
ഓരോ സെക്കൻഡിലും 25 cc അഥവാ 25 ക്യൂബിക് സെൻറ്റിമീറ്റർ ഗ്യാസ് നമ്മൾ ബലൂണിലോട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വോളിയം ചേഞ്ച് ചെയ്യുന്നത് ഏത് റേറ്റിലാണ്? ഓരോ സെക്കൻഡിലും 25 cc per second. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഓരോ സെക്കൻഡിലും 25 cc വെച്ചിട്ട് അതിൻ്റെ വോളിയം കൂടിക്കൂടി വരികയാണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം ഈസ് 25. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി. വോളിയത്തിനെ വീന്ന് എടുക്കുകയാണെങ്കിൽ ഡി വി ബൈ ഡി ടി ഈസ് 25 cc per second ആൻഡ് റേഡിയസ് ഈസ് 15 centimeter. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കാണണം? ഡി ആർ ബൈ ഡി ടി അഥവാ റേഡിയസിൻ്റെ ചേഞ്ച് ചെയ്യുന്ന റേറ്റാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ കാണാമെന്ന് നോക്കാം. നമുക്കറിയാം വോളിയം ഓഫ് എ സ്ഫെറിക്കൽ ബലൂൺ വി ഈസ് ഈക്വൽ ടു 4/3 πr³. ഓക്കെ, ഒരു സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു 4/3 πr³. സോ ഡി വി ബൈ ഡി ടി എന്തായിരിക്കും? ഡി ബൈ ഡി ടി ഓഫ് വി ഈസ് 4/3 πr³. അതിനകത്ത് 4/3യും പൈയും കോൺസ്റ്റൻ്റ് ആണ്. സോ അത് രണ്ടും പുറത്തെടുത്തു. ബാക്കി ഡി ബൈ ഡി ടി ഓഫ് r³ വിച്ച് ഈസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു r³ ഡെറിവേറ്റീവ് ഈസ് 3r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. സോ വോളിയം ഓഫ് ദി ബലൂൺ വി is equal to 4/3 πr³ ആണെങ്കിൽ ഡി വി ബൈ ഡി ടി എന്താണ്? 4/3 പൈ ഇൻറ്റു 3r² ഡി ആർ ബൈ ഡി ടി. നമുക്ക് തന്നിട്ടുണ്ട് ദിസ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 25. ഓക്കെ, ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 25 നമുക്ക് തന്നിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഡി വി ബൈ ഡി ടി ഈസ് 4/3 പൈ 3r² ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു 25. സോ നമുക്കിത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെ കിട്ടും? ഡി ആർ ബൈ ഡി ടി. ക്വസ്റ്റ്യൻ അതായിരുന്നു, ഡി ആർ ബൈ ഡി ടി കാണാനായിരുന്നു. സോ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് ആർ ഈക്വൽ ടു 15 centimeter. So 4/3 pi 3 into 15 square r² ആണ്. സോ 15 square into dr by dt is equal to 25. സോ 3 ക്യാൻസൽ ആയി പോവും. 4 into 15 square is 125. 4 into 125 is 900 pi dr by dt is equal to 25. So dr by dt is equal to multiplied by 900 pi ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 900 pi. സോ dr by dt is equal to 25 by 900 pi. That is 1/36 pi. 25 900 വെട്ടിക്കളഞ്ഞാൽ 36 കിട്ടും. സോ dr by dt is 1/36 pi centimeter per second. സോ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്താണ്? 1/36 pi centimeter per second. സോ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. സോ ഇത്തിരി ടഫാണെങ്കിലും ഇതെല്ലാം പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ഇത് ഒരു ബലൂണിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ ബലൂൺ ഈസ് spherical in shape. Gas is escaping from it at the rate of 10 cc per second. How fast is the surface area shrinking when the radius is
15 സെൻറ്റിമീറ്റർ. നേരത്തെ അതേ ക്വസ്റ്റ്യനാണ്, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. എന്താണ് മാറ്റം? നേരത്തെ ഗ്യാസ് അതിനകത്തോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുമായിരുന്നു. സോ ഇവിടെ എന്താണ്, ഗ്യാസ് പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും 10 cc ഗ്യാസ് പുറത്തോട്ട് പോകും. സോ അങ്ങനെ ഈ ബലൂൺ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. സോ ക്വസ്റ്റ്യൻ എന്താണ്, റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ബലൂൺ ചുരുങ്ങി വരികയാണ്. സോ ബലൂണിൻ്റെ സർഫസ് ഏരിയയ്ക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക? സർഫസ് ഏരിയയും ചെറുതായി വരികയായിരിക്കുമല്ലോ. ആ സർഫസ് ഏരിയ കുറയുന്നതിൻ്റെ റേറ്റ്, അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തു തുടങ്ങാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ റേഡിയസ് r = 15 സെൻറ്റിമീറ്റർ ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം = -10 cc per second. സോ ഇവിടെ എന്തുകൊണ്ടാണ് -10 വന്നത്? നമുക്ക് വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വോളിയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് സൈൻ കൊടുത്തത്. സോ റേറ്റ് കുറയുകയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. സോ അതുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും സംഭവിക്കില്ല. അത് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വോളിയം ഈസ് ഡിക്രീസിങ്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യാം. വോളിയം ഈസ് -10 cc തന്നിട്ടുണ്ട്. സോ വോളിയം ഓഫ് ദി സ്ഫിയറിൻ്റെ വോളിയം എന്താണ്? 4/3 πr³ ആണ്. സോ dV/dt = d/dt ഓഫ് 4/3 πr³. 4/3 π പുറത്തോട്ടെടുത്തു. d/dt ഓഫ് r³ ദാറ്റ് ഈസ് 4/3 π ഇൻറ്റു r³ ഡെറിവേറ്റീവ് ഈസ് 3r² dr/dt. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എന്തിനോട് ഈക്വൽ ആണ്? -10. ഓക്കെ, dV/dt = -10. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്ത് dr/dt കണ്ടുപിടിക്കാം. ഫസ്റ്റ് സോ 4/3 π 3r² ഇൻറ്റു dr/dt = -10. സോ r² വാല്യൂ 15² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ dr/dt = -10. സോ നേരത്തെ പോലെ തന്നെ 3ഉം 3ഉം ക്യാൻസൽ. 4 ഇൻറ്റു 125, 15² ഈസ് 125, ദാറ്റ് ഈസ് 900. സോ 900 π ഇൻറ്റു dr/dt = -10. സോ dr/dt = -10/900 π, that is -1/90 π. So dr/dt is -1/90 π സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. dr/dt എന്താണ്? റേഡിയസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ റേറ്റാണ്. ഇനി നമുക്ക് എന്ത് കാണണം? റേഡിയസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സർഫസ് ഏരിയ കുറയുന്നതിൻ്റെ റേറ്റ്, സർഫസ് ഏരിയ സ്ട്രിങ്ക് ചെയ്യുന്നതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വേണം. സോ അതായത് സർഫസ് ഏരിയ എസ് എന്ന് എടുക്കുകയാണെങ്കിൽ, സർഫസ് ഏരിയ ഈസ് എസ് ആണെങ്കിൽ നമുക്കിനി എന്താണ് കാണേണ്ടത്? ds/dt കൂടി കാണണം. സോ അതിനുള്ള ഇക്വേഷൻ എന്താണ് നോക്കാം. സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ എന്താണ്? സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഈസ് S = 4 πr² ആണ്. സോ എസ് അഥവാ സർഫസ് ഏരിയ ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ആണ്, ദാറ്റ് ഈസ് ds/dt, ദാറ്റ് ഈസ് d/dt ഓഫ് 4 πr². ഇവിടെ 4 π ഈസ് കോൺസ്റ്റൻറ്റ്. സോ 4 π പുറത്തെടുത്തു. d/dt ഓഫ് r², ദാറ്റ് ഈസ് r²ൻ്റെ ഡെറിവേറ്റീവ് ഈസ് 2r ഇൻറ്റു dr/dt. സോ 4 π ഇൻറ്റു 2r dr/dt = 4 ഇൻറ്റു 2 ഈസ് 8 πr. dr/dt നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് -1/90 π. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആൻസർ ഈസ് 8 πr ഇൻറ്റു -1/90 π. സോ
8 pi ഇൻറ്റു ആർ എന്താണ് 15 ഇൻറ്റു -1/90 പൈ. സോൾവ് ചെയ്യുമ്പോൾ -4/3 സ്ക്വയർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സോ നമുക്ക് എന്താണ് കിട്ടിയത്? ds/dt is equal to -4/3 സ്ക്വയർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ സ്ക്വയർ എന്ന് എഴുതിയത് ആർ സ്ക്വയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് സർഫസ് ഏരിയൻ്റെ യൂണിറ്റ് ആണ് സ്ക്വയർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സോ സർഫസ് ഏരിയ സ്ട്രിങ്ക് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്താണ്? 4/3 സ്ക്വയർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്.